അച്യുത ഹരേ എന്ന് പറയുന്നതിന് എന്തുമാത്രം മതി? നാവുന്ന വേണ്ടു ഹരിനാരായണായനോ. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും? ഈ നാവെടുക്കാൻ, നാവിന്റെ ഒരു പ്രത്യേകത എന്താ? ഇതെടുക്കാൻ മറക്കുവോ? മൊബൈൽ എടുക്കാൻ മറന്നു അല്ലേ ചിലപ്പോ. പക്ഷെ നാവെടുക്കാൻ മറക്കുവോ? നമ്മൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ നമ്മൾ മറക്കുന്ന എന്താണ്? നാമം ജപിക്കാൻ മറന്നു. മറ്റു മതങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് സനാതനമായിട്ടുള്ള വൈദിക സംസ്കാരമായിരുന്നു. ഹിന്ദു മതം എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നീട് മറ്റു മതങ്ങൾ വന്ന സമയത്താണ് തിരിച്ചറിയുന്നതിനായിട്ട് നമ്മുടെ വൈദിക സംസ്കാരത്തിന്, സനാതന സംസ്കാരത്തിന് ഹിന്ദു മതം എന്നുള്ള ഒരു പേര് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന് പറയുന്നതിൽ നമ്മൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കുരട്ടിക്കാട് തേവരിക്കൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ 9ാമത് മഹാരുദ്ര യജ്ഞമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാഷണ പരമ്പരയിലെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവും അത് തന്നെയാണ്, ശ്രീരുദ്ര മഹാത്മ്യം. ഇവിടെ ഈ ശ്രീരുദ്ര യജ്ഞം നടക്കുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തപ്പെടുന്നത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ശ്രീരുദ്രം യജുർവേദത്തിൽ ഉൾപ്പെട്ടതാണ്. നമ്മൾ ഈ വേദം എന്നുള്ള പദം ധാരാളം കേട്ടിട്ടുണ്ട്. ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദം. ഇങ്ങനെ പറയുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ചോദ്യം, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണെങ്കിൽ വേദത്തിൽ എന്തുകൊണ്ട് ഹിന്ദു എന്നുള്ള പദമില്ല എന്നുള്ള ഒരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. ഇതിന് കാഞ്ചി ശങ്കരാചാര്യരായിരുന്ന ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ മഹാപെരിവ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹം ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പറയുകയാണ്, നമ്മളൊരു ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണെന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ട് നമ്മൾ രാമുവിനെ അന്വേഷിക്കുകയാണ് ഒരാളോട്. രാമു എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ മഹാപെരിവ പറയുന്നു, അവിടെ പല രാമു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ചോദിക്കും, പൊക്കമുള്ള രാമു ആണോ പൊക്കമില്ലാത്ത രാമു ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? വണ്ണമുള്ള രാമുവിനെയാണോ വണ്ണം ഇല്ലാത്ത രാമുവിനെയാണോ അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുന്ന രാമുവിനെയാണോ എന്നൊക്കെ ചോദിക്കും. നേരെ മറിച്ച് ഒരേ ഒരു രാമു ഉള്ളെങ്കിലോ നേരെ രാമുവിൻ്റെ വീട് കാണിച്ചു തരും അല്ലേ? ഇതുപോലെ തന്നെ വേദം എന്ന് പറയുന്നത് അനാദിയാണ്. അന്ന് ഈ വേദത്തിലുള്ള അറിവുകൾ പരമ്പരയായിട്ട് വരുന്ന സമയത്ത് മറ്റു മതങ്ങളൊന്നുമില്ല. മറ്റു മതങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് സനാതനമായിട്ടുള്ള വൈദിക സംസ്കാരമായിരുന്നു. ഹിന്ദു മതം എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നീട് മറ്റു മതങ്ങൾ വന്ന സമയത്താണ് തിരിച്ചറിയുന്നതിനായിട്ട് നമ്മുടെ വൈദിക സംസ്കാരത്തിന്, സനാതന സംസ്കാരത്തിന് ഹിന്ദു മതം എന്നുള്ള ഒരു പേര് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന് പറയുന്നതിൽ നമ്മൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. ഈ വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. ഈ അറിവിനെ ആചാര്യന്മാർ കാറ്റഗറൈസ് ചെയ്തു. എങ്ങനെ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നമ്മൾ കമ്പ്യൂട്ടറിൽ ഏകദേശം ഒരേ തരത്തിലുള്ള അറിവുകൾ ഫോൾഡറായിട്ട് വെക്കില്ലേ? അതുപോലെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ഋഗ്വേദത്തിൽ എന്താണുള്ളത്? ഭഗവാനെ സ്തുതിക്കാനുള്ള ഋക്കുകളാണ്, സൂക്തങ്ങളാണ്. ഇപ്പൊ യജുർവേദത്തിലോ? യജുർവേദത്തിലുള്ളതാണ് ശ്രീരുദ്രം. ഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോഴോ ആരാധിക്കുമ്പോഴോ ചൊല്ലാനുള്ള സൂക്തങ്ങളാണ് കൂടുതൽ യജുർവേദത്തിലുള്ളത്.
അതായത് വേദത്തിന് മുമ്പുള്ള പദം നോക്കിയാൽ അറിയാം. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഋക്കുകളാണ്, സ്തുതികളാണ്. യജുർവേദം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള സ്തുതികളാണ് അവയിലുള്ളത്. ഇവ തന്നെ ഗാനരൂപത്തിൽ പാടുമ്പോൾ അത് സാമവേദമായി. അഥർവ മഹർഷി ദർശിച്ചതുകൊണ്ട് അഥർവവേദം. അതിലെന്താണുള്ളത്? ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും പ്രായശ്ചിത്ത കർമ്മങ്ങളോട് അനുബന്ധിച്ചുള്ള സൂക്തങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ് ഈ അഥർവവേദം. അപ്പൊ ഇവിടെ നമ്മളുടെ വിഷയമായിട്ടുള്ള ശ്രീരുദ്രം എന്ന് പറയുന്നത് യജുർവേദത്തില് അധിഷ്ഠിതമാണ്. യജുർവേദത്തിന് 100-ൽ പരം ശാഖകൾ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അതിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് 2 ശാഖകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇവയെല്ലാം ഉണ്ടായിരുന്ന നമുക്കറിയാം നളന്ദ, തക്ഷശില പോലെയുള്ള സർവകലാശാലകൾ അഗ്നിക്ക് ഇരയാക്കി. അതുകൊണ്ട് നമുക്കിന്ന് ഇത് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത്രമാത്രം ഈ നളന്ദ, തക്ഷശില പോലെയുള്ള സർവകലാശാലയിലെ ലൈബ്രറികൾ അഗ്നിക്കിരയാക്കിയപ്പോൾ പ്രധാനപ്പെട്ട ലൈബ്രറി 3 മാസം നിന്ന് കത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എത്രമാത്രം അറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ യജുർവേദത്തില് തൈത്തരീയ സംഹിതയിൽ വരുന്നതാണ്. ഓരോ അതിന് കാറ്റഗറി ഉണ്ട്. സംഹിത, ആരണ്യകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം തിരിവുകളുണ്ട്. അതിൽ വരുന്നതാണ് ഈ ശ്രീരുദ്രം എന്നുള്ള ജപഭാഗം. ഈ യജുർവേദം തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു തിയറി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് മന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. ശുക്ല യജുർവേദമുണ്ട്, കൃഷ്ണ യജുർവേദവും ഉണ്ട്. ഇത് രണ്ടും 2 സമ്പ്രദായത്തിലാണ് എന്നുള്ള വ്യത്യാസം. ഇതിൽ കൂടുതൽ ശുക്ല യജുർവേദം, അതായത് അതിൻ്റെ ചൊല്ലുന്ന രീതിക്കും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഉത്തരേന്ത്യക്കാരാണ് പൊതുവെ പിന്തുടരുന്നത്. നമ്മൾ ദക്ഷിണേന്ത്യക്കാര് പൊതുവെ പിന്തുടരുന്നത് കൃഷ്ണ യജുർവേദമാണ്, ആദിത്യ സമ്പ്രദായം എന്ന് പറയും. അപ്പം നമ്മൾ ചൊല്ലുന്നതുമൊക്കെ ഏകദേശം ആ ഒരു രീതിയിലാണ്. ഇങ്ങനെയുള്ള ഈ കൃഷ്ണ യജുർവേദത്തിൽ 11 അനുവാകങ്ങളോടുകൂടി വരുന്നതാണ് ശ്രീരുദ്ര മന്ത്രം. 11 അനുവാകം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ എളുപ്പത്തിന് 11 അധ്യായം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പം ഇവിടെ തിരുമേനിമാരിത് ചൊല്ലുമ്പോൾ ഈ ശ്രീരുദ്ര മന്ത്രത്തിന് 11 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 11 അധ്യായമാണ് തുടർച്ചയായിട്ട് ചൊല്ലുന്നത്. എന്നാൽ ഈ ശ്രീരുദ്രത്തിന് പല പേരുകളുണ്ട്. ഒന്ന് ശതരുദ്രീയം എന്നുള്ള ഒരു പേരുണ്ട്. ശതം എന്ന് വെച്ചാൽ 100. ഭഗവാന്റെ 100 നാമങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് ശതരുദ്രീയം എന്നുള്ളൊരു പേരുണ്ട്. മറ്റൊരു പേര് രുദ്രപ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു രഹസ്യത്തിലേക്കുള്ള അന്വേഷണമാണ്. രുദ്രരഹസ്യത്തിലേക്കുള്ള അന്വേഷണം എന്നുള്ള അർത്ഥത്തിൽ രുദ്രപ്രശ്നം എന്ന് പറയാറുണ്ട്. രുദ്രസംഹിത എന്ന് പറയുന്നത്, സംഹിത എന്ന് പറഞ്ഞാൽ കൂട്ടം, രുദ്രനാമങ്ങളുടെ കൂട്ടമല്ലേ ഇത്. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ വളരെ പ്രചാരമായിട്ടുള്ള ഒരു പേരാണ് നമകം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിനി ഞാൻ കുറച്ച് കഴിയുമ്പം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പം ഓം നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ, ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ചൊല്ലിയെടുത്ത് എത്രമാത്രം നമ വരുന്നുണ്ട് അല്ലേ? നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച. അപ്പം ധാരാളം പ്രാവശ്യം, അതായത് 187 തവണ നമ വരുന്നത് കൊണ്ട് ഇതിന് നമകം എന്നുള്ള പേരുമുണ്ട്. ഇങ്ങനെ പല പേരിൽ ലഘുരുദ്രി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ നമകം കഴിഞ്ഞാൽ ഒരു ഭാഗമുണ്ട്, അതിന് പറയുന്ന പേരാണ് ചമകം. അതിലെന്താണ്? നമ്മളിവിടെ ഞാൻ വസുർധാരയുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. ദക്ഷൻ ആടിൻ്റെ വധിക്കപ്പെട്ട് ആടിൻ്റെ തല വെച്ച് കഴിഞ്ഞിട്ട് മഹാദേവനെ സ്തുതിക്കുന്നതാണ് അല്ലേ? ചമയെ ചമയെ ചമയെന്നാണ് അതിൽ വരിക. ആടെങ്ങനെ അമയമേമേ എന്നല്ലേ പറയുക. ഇതിൽ ചമകത്തിൻ്റെ ഭാഗത്ത് 338 തവണ ഈ ചമയെന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ചമകം എന്നുള്ള പേര്. അതും 11 അനുവാകമാണ്, 11 അധ്യായം എന്ന് ഓർത്തോളൂ. അപ്പം നമകം 11 അധ്യായമുണ്ട്, ചമകം 11 അധ്യായമുണ്ട്. അപ്പം ഇവരെങ്ങനെയാണ് ജപിക്കുന്നതെന്നൊക്കെ നമുക്കിനി നോക്കാം പതുക്കെ. ഇനി ഇത് ജപിക്കുന്നതിൻ്റെ രീതി പലതരത്തിലുണ്ട്. സൂത്രകാരന്മാരായിട്ടുള്ള ആപസ്തംഭനും ബോധായനും ഒക്കെ പല രീതികൾ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം ഇവിടെ നടക്കുന്നത് മഹാരുദ്രമാണ് അല്ലേ? അപ്പം മഹാരുദ്രത്തിന് മുമ്പ് വേറെ പല രീതികളുണ്ട്. അതിൽ ആദ്യത്തെ രീതിയാണ് രൂപം. രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ രുദ്രം 11 അനുവാകം ഒരു പ്രാവശ്യം ചൊല്ലും. അത് കഴിഞ്ഞിട്ട് 11 അനുവാകം ചമകവും ചൊല്ലും. തീർന്നു. അതാണ് രൂപം. വളരെ ലഘുവായിട്ട് ചൊല്ലുന്നതാണ്. അടുത്തതാണ് രുദ്രം. രുദ്രം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമകം ചൊല്ലും 11 അനുവാകവും. അത് കഴിഞ്ഞ് ചമകത്തിൻ്റെ 1ാമത്തെ അനുവാകം ചൊല്ലും. വീണ്ടും നമകം അല്ലെങ്കിൽ രുദ്രം 11 അനുവാകം ചൊല്ലും. അതിനുശേഷം ചമകത്തിൻ്റെ 2ാമത്തെ അനുവാകം ചൊല്ലും. ഇങ്ങനെയുള്ളതാണ് രുദ്രം എന്ന് പറയുന്നത്. 3ാമത്തേതാണ് രുദ്രി. രുദ്രി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ രുദ്രം 11 തവണ ആവർത്തിക്കുന്നതാണ് രുദ്രി. അപ്പൊ എന്താ, കൂടുതൽ ആളുകളെ വേണം. ഒരാൾക്ക് തന്നെ ഇരുന്ന് ജപിച്ചാൽ തീരില്ല. അപ്പൊ എന്താണ്, 11 ആളുകളെ ഇരുത്തി ജപിച്ചാൽ അപ്പൊ അത്ര ഇരട്ടിയായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം, ഋത്തുക്കളുടെ എണ്ണം കൂടും. ഈ രുദ്രം കഴിഞ്ഞ് രുദ്രി, രൂപം, രുദ്രം, രുദ്രി. ഈ രുദ്രം 11 തവണ ആവർത്തിക്കുന്നതാണ് മഹാരുദ്രം ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യും, കൂടുതൽ ഋത്തിക്കുകളെ കൂട്ടിച്ചേർത്ത് അവരെല്ലാവരും ഇരുന്ന് ജപിക്കുമ്പോൾ അത്രയും തവണയായില്ലേ? ഇനി അതിൻ്റെ 11 തവണയാണ് അതിരുദ്രം. അപ്പൊ ഈ 5 രീതിയിൽ നമ്മളോട് ഈ രുദ്രം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ രുദ്ര ഏകാദശി, ഈ രുദ്രം എന്നുള്ളതിന് രുദ്ര ഏകാദശിയായിട്ടൊക്കെ ആചരിക്കാറുണ്ട്. എന്താണെങ്കിലും ഈ ശ്രീരുദ്രൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ വരുന്ന രുദ്രൻ ആരാണ്? ഇനി അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ശ്രീരുദ്രം എന്നുള്ള മന്ത്രത്തിന്റെ പേരിൽ വരുന്ന രുദ്രൻ എന്ന് പറയുന്നത് പരമാത്മാവിനെയാണ്, പരബ്രഹ്മത്തിനെയാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് എന്താ പറയുന്നത്? ലളിതാദേവിയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരം, സൃഷ്ടിക്ക് കാരണക്കാരി. ഇനി വിഷ്ണു സഹസ്രനാമം എടുത്തു നോക്കിയാലോ, അതിനകത്ത് കാണും മഹാവിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരം. ശിവസഹസ്രനാമം എടുത്തു നോക്കിയാൽ അതിലും കാണും. അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷനായി, ഭഗവാൻ ഇതിൽ ആരാണ്, ഇവർ തമ്മിൽ പ്രശ്നമാണോ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലളിതാ സഹസ്രനാമത്തിലെ ആ ലളിത എന്ന് പറയുന്നത് പരബ്രഹ്മത്തിനെയാണ്. ശിവസഹസ്രനാമത്തിലെയും മഹാദേവൻ എന്ന് പറയുന്നത് പരബ്രഹ്മത്തിനെയാണ്. ആ ഭാവം അത് തമ്മിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം എല്ലാം ശരിയല്ലേ? അതുപോലെ തന്നെ ഇവിടെ ശ്രീരുദ്ര യജ്ഞം അല്ലെങ്കിൽ ആ ശ്രീരുദ്രം മന്ത്രം എന്ന് പറയുമ്പോൾ ആ ശ്രീരുദ്രം എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ 100 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദേവന്മാരുടെ 100 നാമങ്ങളാണ്. കാരണം ഈ മന്ത്രങ്ങൾ 100 മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഈ ദേവന്മാർ നമ്മളിൽ പ്രീതരാവുകയും നമുക്ക് മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. ഈ 100 നാമങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ വിഭൂതികളാണ്. വിഭൂതികൾ എന്ന് പറഞ്ഞാൽ അംശങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ദേവന്മാർ അനേകമുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്, അംശങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം എന്താണ്? വിഭൂതികളാണ് എന്ന് അർത്ഥം. നമുക്ക് വളരെ എളുപ്പത്തിൽ ആ അർത്ഥം നമുക്ക് മനസ്സിലാക്കി പോകാവുന്നതേ ഉള്ളൂ. വരികളുടെ അല്ല ഈ ഒരു ശ്രീരുദ്ര മന്ത്രത്തിൻ്റെ ആശയം. എന്നാൽ നമ്മളുടെ ആചാര്യന്മാർ പറയാറുണ്ട്, ശതപഥ ബ്രാഹ്മണത്തിലൊക്കെ പറയുന്നുണ്ട്, ഏകാദശ രുദ്രന്മാരുണ്ട്, രുദ്രന്മാർ 11 വിധം. അപ്പൊ ഇവരാരൊക്കെയാ? ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ കരയിപ്പിക്കുന്നവരാണ് എന്ന് ചില ആചാര്യന്മാർ പറയുന്നു. നമ്മളെ കരയിപ്പിക്കുന്നു, നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മാറ്റി നിർത്തണം അല്ലേ? ഈ ഏകാദശ രുദ്രന്മാർ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുമാണെന്ന് പറയും. ഈ സാധനങ്ങളൊക്കെ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിക്കും. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ഇവയെ നല്ല രീതിയിൽ നമ്മൾ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും. അപ്പം ഇവിടെ പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട്, ചന്ദ്രമ മനസ്സോ ജാതഃ, ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു. അതെങ്ങനെയാ ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നത്? നമ്മുടെ മനസ്സ് ഇവിടെയാണ്, ചന്ദ്രൻ എവിടെയോ ഇരിക്കുന്നു. ഈ ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആരാ അച്ഛൻ? ചന്ദ്രൻ. കുഞ്ഞാരാണ്?
മനസ്സ്. അച്ഛൻ്റെ സ്വഭാവം കുഞ്ഞിന് കാണുമോ? അതായത് ചന്ദ്രൻ്റെ സ്വഭാവം നമ്മുടെ മനസ്സിനുണ്ട് എന്നർത്ഥം. ചന്ദ്രൻ എന്താണ്? മനസ്സിൻ്റെ കാരകനാണ് എന്ന് പറയും. ചന്ദ്രന് ക്ഷയവും വൃത്തിയുണ്ട്. എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ചില ദിവസം ഇങ്ങനെ കുറഞ്ഞു വരും, ചില ദിവസം വളർന്നുകൊണ്ടേയിരിക്കും. ഇത് തന്നെയല്ലേ മനസ്സിൻ്റെ സ്വഭാവം. ചില ദിവസം നല്ല പ്രഭാപൂർണ്ണമാണ്, വളരെ സന്തോഷമാണ്. ചില ദിവസവും അതിങ്ങനെ മൂഡൗട്ടായിട്ടിരിക്കും. അപ്പം ഇതേ സ്വഭാവമാണ് നമ്മുടെ മനസ്സിനും. അപ്പം ഇവിടെ പറയുകയാണ് ചന്ദ്രമാ മനസ്സോ ജാതഃ, ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. പക്ഷെ ഈ മനസ്സ് ചന്ദ്രൻ്റെ സ്വഭാവം കാണിക്കും. അമാവാസി ദിവസം എന്താണ്? ചന്ദ്രൻ ക്ഷീണിതനാണ്. എങ്ങനെയാണ്? എല്ലാ കലകളും പോയില്ലേ, 16 കലകളും പോയി ക്ഷീണിതനാണ്. ഇതേ അവസ്ഥ നമുക്കുണ്ട്. അമാവാസി ദിവസമൊക്കെ നമ്മുടെ മനസ്സും വളരെ ക്ഷീണിച്ച് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ദിവസം ഈ ഏകാദശ രുദ്രന്മാർ നമ്മളിൽ പ്രവേശിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ ഒരു തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് അവയ്ക്ക് ശക്തി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര ഭജനം ചെയ്യണം. ഈശ്വര ഭജനം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ വരില്ലേ, നമുക്ക് തന്നെ ഒരു ധൈര്യം വരും. അതൊരു വളരെ വലിയൊരു സയൻസ് പാർട്ട് ഉണ്ട്. അത് മുഴുവൻ നമുക്ക് വിശദമായിട്ട് പറയാൻ ഇവിടെ സമയമില്ല, അത് മറ്റൊരിക്കൽ പറയാം. എന്താണെങ്കിലും ഈ രീതിയിൽ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി കൂടുന്നു. അതുകൊണ്ടാണ് പൗർണമിക്കും അമാവാസിക്കുമൊക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. ഇപ്പം ശിവരാത്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? അമാവാസിയുടെ തലേ ദിവസമാണ്. അന്ന് ഉറക്കളച്ച് ഈശ്വര ഭജനം ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? 15 കലകളും പോയി എങ്ങനെയാണ്? ചന്ദ്രൻ ഒരു കല മാത്രമായിട്ട് അവശേഷിക്കുന്ന സമയമാണ്. നമ്മുടെ അവസ്ഥയും അങ്ങനെയാണ്. അപ്പം എന്ത് വേണം? അന്നത്തെ ദിവസം ഈശ്വര ഭജനം, ഉറക്കളച്ച് ഈശ്വര ഭജനം ചെയ്ത് മനസ്സിന് ശക്തി കൊടുക്കണം. ഇപ്പം തിരുവണ്ണാമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൗർണമി വിശേഷമാണ്. അന്ന് നമ്മൾ ആ ഗിരിപ്രദക്ഷിണമൊക്കെ ചെയ്യണമെന്ന് പറയും. പൗർണമിയുടെ പ്രത്യേകത എന്താണ്? പൗർണമി ദിവസം ചന്ദ്രൻ 16 കലകളും കൊണ്ട് നല്ല ഊർജ്ജസ്വലനായിട്ട് നിൽക്കുകയാണ്. പൗർണമി പൂജയൊക്കെ വളരെ പ്രശസ്തമല്ലേ എവിടെയാണെങ്കിലും. പൗർണമിക്ക് നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ ആ പൂജയുടെ എല്ലാ ചൈതന്യവും ആവാഹിച്ചെടുക്കാൻ നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ അറിയാതെ തന്നെ വളരെയധികം തയ്യാറായിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പൂജകൾക്ക് പ്രത്യേക ദിവസവും ഇതുപോലെയുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നത് എന്തിനാണെന്നുള്ളതിനും പ്രത്യേക കാരണമുണ്ട്. ഇനി ഈ രുദ്രഭാവം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, രൗദ്രഭാവം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എവിടെയാ? നരസിംഹമൂർത്തിയുടെ രൗദ്രഭാവമൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കത് കേൾക്കുമ്പോഴേ കുറച്ച് പേടിയൊക്കെ വരും. പക്ഷേ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, നമ്മളെ പോലുള്ളവർ ഭഗവാന്റെ രൗദ്രഭാവം കണ്ട് പേടിക്കണോ വേണ്ടേ? യാതേ രുദ്രശിവ തനൂര ഘോര പാപകാശിനി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യാതേ രുദ്രശിവ. ഭഗവാന് 2 ഭാവം. ഒന്ന് രൗദ്രഭാവം, 2 ശിവഭാവം. ശിവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വളരെ ശാന്തഭാവം. ശിവം ശിവകരം ശാന്തം നമ്മൾ ചൊല്ലാറില്ലേ? ശാന്താകാരം ഭുജഗശയനം. ഭഗവാൻ വളരെ ശാന്തമായിട്ടുള്ള ഭാവമുണ്ട്. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴുന്നവർക്കറിയാം, അതിൻ്റെ പുറകിൽ ഒരു വെള്ള നിറം കാണാം ഭിത്തിയിൽ അല്ലേ? അപ്പം നമ്മൾ ആദ്യം വിചാരിക്കും കുമ്മായം കൊണ്ട് വൈറ്റ് വാഷ് അടിച്ചിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നെയ്മലയാണ്. ഇത് എത്ര കൊടും വേനലിലും ഉരുകില്ല. കാരണം എന്താണ്? ഭഗവാൻ അത്ര ശാന്തനാണ്, അവിടെ ഒരു ചൂടും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാന് 2 ഭാവങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ശാന്തഭാവം, അടുത്തതാണ് രൗദ്രഭാവം. ഭഗവാൻ എപ്പോഴാണ് രൗദ്രഭാവം എടുക്കുന്നത്? നമ്മളെപ്പോലുള്ളവർ ഈ രൗദ്രഭാവം കണ്ട് പേടിക്കണം. ഭഗവാൻ പറയുന്നത് നമ്മൾ പേടിക്കുകയേ വേണ്ട. കാരണം എന്താണ്? നമ്മൾ ഈശ്വര ഭജനം ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അധർമ്മികളെ ഇല്ലാതാക്കുക, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ രൗദ്രഭാവം എടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ രൗദ്രഭാവം എടുക്കുന്നതിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ നരസിംഹരൂപം എടുത്തപ്പോൾ പ്രഹ്ലാദന് പേടിയുണ്ടായിരുന്നോ? പ്രഹ്ലാദൻ ഭക്തനല്ലേ, ഒരു പേടിയും തോന്നിയില്ല. മിണ്ടാതെ നിന്ന് തൊഴുതുകൊണ്ട് ഭഗവത് നാമം കീർത്തിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ പേടി വന്ന ആർക്കാ? ഹിരണ്യകശിപുവിന്. എന്തുകൊണ്ടാണ്? അധർമ്മം ചെയ്തതുകൊണ്ട് ഉള്ളിൽ ഭയമുണ്ടായി.
അപ്പൊ അധർമ്മികളെ ഇല്ലാതെയാക്കുന്നതിനാണ് ഭഗവാൻ രൗദ്രരൂപം കൈക്കൊള്ളുന്നത്. ഭഗവാന് രൗദ്രവും ശാന്തവും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതിന്റെ പ്രതിരൂപങ്ങളാണ്. നമുക്കും രൗദ്രഭാവവും ശാന്തഭാവവും ഉണ്ട്. സംശയമുണ്ടോ? നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും രൗദ്രഭാവവും ശാന്തഭാവവും ഉണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് രൗദ്രഭാവമാണ്. ആവശ്യത്തിന് ശബ്ദമെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ശാന്തഭാവമാണ്. ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഏത് ഭാവമാണ്? രൗദ്രഭാവമാണ്. പാകത്തിന് ആഹാരം കഴിച്ചാൽ അത് ശാന്തഭാവമാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രവൃത്തിയാണ് നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത്, അല്ലേ? ഏത് പ്രവൃത്തി നോക്കിയാലും അതിൽ രൗദ്രഭാവവും ശാന്തഭാവവും ഉണ്ട്. അപ്പൊ ഭഗവാൻ പറയുന്നു, ഭഗവാൻ രൗദ്രഭാവം എടുക്കുന്നത് നമ്മുടെ രൗദ്രഭാവമല്ല. ഭഗവാൻ രൗദ്രഭാവം എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അധർമ്മികളെ നമ്മളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഇതുപോലെ ഒരു ക്ഷേത്രത്തിൽ ഈ ശ്രീരുദ്ര മന്ത്രം ചൊല്ലുമ്പോൾ എന്താണ് പ്രയോജനം എന്നൊക്കെ നോക്കാം. ഈ ശ്രീരുദ്ര മന്ത്രത്തിന്റെ മാഹാത്മ്യം ഒരിക്കല് ബ്രഹ്മദേവന് തോന്നി, ഈ വേദങ്ങളിൽ വെച്ച് ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തമമായിട്ടുള്ള വേദം ഏതാണ്? എപ്പോഴും എന്താ ചെയ്യാന്നറിയോ? 4 തലയല്ലേ ഉള്ളത്. ഈ ഓരോ തല കൊണ്ട് ഓരോ വേദം ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ സംശയം തോന്നി, ഇതിലേത് വേദമാണ് ഏറ്റവും കേമം? രാവിലെ എഴുന്നേറ്റ് ത്രാസെടുത്ത് ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തൂക്കി നോക്കി. ഇങ്ങനെ തൂക്കി നോക്കി വന്നപ്പോൾ അവസാനം അതിൽ ഏറ്റവും ഭാരം കൂടിയതെന്ന് കണ്ടത് യജുർവേദമാണെന്ന് മനസ്സിലായി. അപ്പൊ തോന്നി, യജുർവേദത്തിൽ തന്നെ ഏത് മന്ത്രം? യജുർവേദത്തിലെ മന്ത്രങ്ങളെല്ലാം തൂക്കി നോക്കിയപ്പോൾ അതിൽ ശ്രീരുദ്ര മന്ത്രമാണ് ഏറ്റവും കേമെന്ന് മനസ്സിലായി. വെയിറ്റ് കൂടുതലുള്ളത്, ഗുരുത്വം കൂടുതലുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ ശ്രീരുദ്ര മന്ത്രത്തിലെ ഏത് അനുഭാഗമാണ് ഏറ്റവും ഗുരുത്വമുള്ളത്, ഭാരമുള്ളത് എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ 8ാമത്തെ അനുഭാഗമാണെന്ന് മനസ്സിലായി. ഈ 8ാമത്തെ അനുഭാഗത്തിൽ ഏത് മന്ത്രം? അത് നോക്കിയപ്പോഴാണ് ഞാൻ മുമ്പ് ചൊല്ലിയ മന്ത്രം, നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ. നമശിവായ വരുന്നത് ഏതിലാണ്? നമശിവായ എന്ന് നമ്മൾ പറയുന്ന മൂലമന്ത്രം വരുന്നത് ഏതിലാണ്? ശ്രീരുദ്രത്തിലെ 8ാമത്തെ അനുഭാഗത്തിലാണ്. ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഗുരുത്വമുള്ളത് എന്ന് കണ്ടു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ശ്രീരുദ്ര മന്ത്രം എത്രമാത്രം മഹാത്മ്യമുള്ളതാണ്. മാത്രമല്ല, ആദിശങ്കരാചാര്യരുടെ പിതാവ് ശിവഗുരു. ഈ ശിവഗുരു തൈത്തരീയ സംഹിത ആണ് കൂടുതൽ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ദിവസവും ശ്രീരുദ്രം ചൊല്ലുമായിരുന്നു. അപ്പം അങ്ങനെ ഈ ആര്യാമ്പാദേവി ഗർഭിണിയായി പ്രസവ സമയം അടുത്തിരിക്കുന്ന സമയത്ത് ശിവഗുരു ശ്രീരുദ്രം ചൊല്ലുകയായിരുന്നു. ശ്രീരുദ്രം ചൊല്ലി വന്ന് കൃത്യം ഈ 8ാമത്തെ അനുഭാഗത്തിൻ്റെ ആ ഭാഗത്തെത്തി. അവിടെ എത്തി ഈ ഭാഗം വീണ്ടും ചൊല്ലി. 8ാമത്തെ അനുഭാഗം എത്തുമ്പോൾ ചൊല്ലുമല്ലോ, നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ. കൃത്യവ ശങ്കരായ എന്ന് ആ ഒരു ഭാഗം ചൊല്ലിയപ്പോഴാണ് പേറ്റിച്ച് വന്ന് കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ശിവഗുരുവിൻ്റെ മനസ്സിൽ കുഞ്ഞിൻ്റെ നാമകരണം നടന്നു കഴിഞ്ഞു. അങ്ങനെയാണ് ആ കുട്ടിക്ക് ശങ്കരൻ എന്നുള്ള പേര് വന്നത്. അപ്പൊ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ മന്ത്രം എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഈ മന്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ മന്ത്രം ചൊല്ലി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതില് എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറണം എന്നുള്ള തത്വമാണ്. എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാണ്. എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കണം എന്നല്ല. എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെയാ? ഭാര്യയും ഭർത്താവും തമ്മിൽ വ്യത്യാസമില്ലേ? മക്കളോട് പെരുമാറുന്ന രീതിയിലാണോ ഭാര്യയോട് പെരുമാറുക? വ്യത്യാസമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും എല്ലാവരിലും ഉള്ളത് ഈശ്വര ചൈതന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പറയുന്നു, രഥത്തില്, രഥപതികളില്, വള്ളികളില്, ഇഴജന്തുക്കളില്, വൃക്ഷങ്ങളില്, എന്തിന്? തസ്കരാണാം പതയേ നമഃ. തസ്കരാണെന്ന് പറഞ്ഞ തസ്കരൻ ആരാണ്? കള്ളനിലും ഉള്ളത് മോഷ്ടാവിലും ഉള്ളത് എന്താണ്? ഈശ്വര ചൈതന്യമാണ്.
എന്ന് വെച്ച് മോഷ്ടാവ് മോഷ്ടിക്കാൻ വന്നാൽ നമസ്കരിക്കണം എന്നാണ് അർത്ഥം. അല്ല, അവനും ജീവൻ കൊടുക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. പക്ഷെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ ഇവരെ പെരുമാറണം. ഭർത്താവിൻ്റെ ഉള്ളിൽ ഈശ്വരനാണ്, ഭർത്താവ് ഈശ്വരനാണ് എന്ന് കണക്കാക്കാം. പക്ഷെ രാവിലെ തൊട്ട് വിഗ്രഹത്തെ പോലെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ എങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ ഭൗതികമായിട്ട് നമ്മൾ പെരുമാറേണ്ട രീതിയിൽ കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ആ ഓരോ റോളുകൾ എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് ചെയ്യണം. പക്ഷെ എല്ലാവരിലും ഉള്ളത് ഈശ്വര ചൈതന്യമാണ് എന്നുള്ള തിരിച്ചറിവ് വരണം. അത് നമുക്ക് ഈ ശ്രീരുദ്രം വളരെ മനോഹരമായിട്ട് തരുന്നുണ്ട്. ഇനി ഈ ശ്രീരുദ്രത്തിൻ്റെ തുടങ്ങുന്ന ഭാഗം ഒന്ന് ഞാൻ ചൊല്ലാം. ഏതൊരു പ്രധാനപ്പെട്ട മന്ത്രത്തിനും ധ്യാന ശ്ലോകമുണ്ട്. അപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമം എടുത്താലും അല്ലേ, ധ്യാനം ക്ഷീരോദന്ന പ്രദേശേ ശുചിമണി വിലസ സൈകതൈ മൗക്തികാനാം എന്ന് പറഞ്ഞ് ധ്യാനം തുടങ്ങും. എന്തിനാണ് ധ്യാന ശ്ലോകം ചൊല്ലുന്നത്? പലപ്പോഴും ഈ ധ്യാന ശ്ലോകം പിന്നീട് കൂട്ടിച്ചേർത്തതായിരിക്കും ഏതെങ്കിലും ഒരു ആചാര്യന്മാർ. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ധ്യാന ശ്ലോകം ഉണ്ടല്ലേ, ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം. അത് പിന്നീട് പറയപ്പെടുന്നു കൂടുതൽ ആളുകളും മധുസൂദന സരസ്വതി സ്വാമികളാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിലും ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഏതോ ഒരു ആചാര്യൻ കൂട്ടി ചേർത്തതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു സ്തോത്രമോ മന്ത്രമോ ചൊല്ലുമ്പോൾ ഓടിപ്പിടച്ച് ഓടി വന്നിരുന്ന് ചൊല്ലാൻ തുടങ്ങിയാൽ പല കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സ് ഇതിലേക്ക് വരില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഏത് ദേവനെയാണോ സ്തുതിക്കുന്നത് ആ ദേവൻ്റെ ഒരു സ്തുതി ചൊല്ലും. ആ സ്തുതി ചൊല്ലുമ്പോൾ എന്താണ്, നമുക്ക് ആ രൂപമെല്ലാം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ശ്ലോകം എന്താണ്? ഈ ശ്രീരുദ്രത്തിൻ്റെ ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ഓം ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം ശ്രീ മഹാഗണപതയേ നമഃ. ഇത് കേട്ട ആരുടെ ശ്ലോകമാണെന്ന് തോന്നുന്നത്? ഗണപതി ഭഗവാന്റെ അല്ലേ? എന്നാൽ ആചാര്യന്മാർ പറയുന്നു ഗണപതി അഥർവ ശീർഷത്തിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഇത് ഗണപതിയുടെ മന്ത്രമായിട്ടും എടുക്കാം. എന്നാൽ ഇവിടെ ഇത് ശ്രീരുദ്രത്തിൻ്റെ ധ്യാന ശ്ലോകമാണ്. അപ്പം ഇത് ആരെ സ്തുതിക്കുന്നതായിരിക്കും? മഹാദേവനെ സ്തുതിക്കുന്നതായിരിക്കും. ഗണങ്ങളുടെ നായകൻ ആരാണ്? മഹാദേവൻ അല്ലേ? അതിന് കുറേ ആൾക്കാരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? മഹാദേവന്റെ സൈന്യത്തിൻ്റെ നായകൻ മുരുകൻ, ഗണപതി എന്ന് പറഞ്ഞാൽ ഈ ഗണങ്ങളുടെ ബാക്കി യുദ്ധം ഇല്ലാത്ത സമയത്ത് ഇവരെ എല്ലാം മാനേജ് ചെയ്യുന്നതും എൻ്റർടൈൻ ചെയ്യുന്നതിനും ആരെ വെച്ചിരിക്കുന്നു? ഗണപതി ഭഗവാനെ വെച്ചിരിക്കുന്നു. അപ്പം ഇവിടെ ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീന, കവികളിലും എല്ലാവരിലും വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള രാജാതിരാജനായിട്ടുള്ള മഹാദേവനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രീരുദ്രമന്ത്രത്തിൽ കഴിഞ്ഞാൽ നവകം കഴിഞ്ഞാൽ ചമകം എന്നുള്ള ഒരു ഭാഗമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത. ശ്രീരുദ്രത്തിൽ മുഴുവൻ മോക്ഷപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അദ്വൈത ഭാവത്തെ സ്ഫുരിക്കുന്ന മന്ത്രങ്ങളാണ്. വളരെ ആത്മീയതയുടെ ചവിട്ടുപടികൾ കയറുന്ന രീതിയിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ചമകം വരുമ്പോഴോ മുഴുവൻ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. സ്വർണ്ണക്കുളമ്പ് കെട്ടിയ ചെമ്മരിയാടിനെ തരണമേ, അല്ലെങ്കിൽ എനിക്ക് ധാരാളം ധനം തരണം, വെള്ളി വേണം, ധാന്യങ്ങൾ വേണം, സ്വർണം വേണം, നിധി വേണം, ഇങ്ങനെ പശുവിനെ വേണം, ഇങ്ങനെയൊക്കെയാണ് മുഴുവൻ. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ നമുക്ക് പലപ്പോഴും വരും. ആധ്യാത്മികത കൂടിക്കഴിഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചമകം നമ്മളുടെ വേദത്തിൽ ഉൾപ്പെടുത്തുമോ? ഇത് വേദത്തിലുള്ളതല്ലേ, യജുർവേദത്തിലുള്ളതാണ്. എന്തിനാണെന്ന് വെച്ചാൽ വളരെ ചെറുപ്പം തൊട്ട് ചമകം ചൊല്ലുന്ന ഒരു കുട്ടിക്ക് ഇതെല്ലാം നേടിയെടുക്കണം എന്ന് ആഗ്രഹം തോന്നില്ലേ? ആചാര്യന്മാർ പറയും ഇത് ചമയെ ചമയെ ചമയെന്നാണ് വരിക. അപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം. ഓം ശം ചമേ മയശ്ചമേ പ്രിയം ചമേനു കാമശ്ചമേ കാമശ്ചമേ സൗമനസശ്ചമേ. ഇതുകൊണ്ട് ഓരോ സാധനങ്ങൾ വേണമെന്നാണ് പറയുക. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ ലാപ്ടോപ്പ് ചമേ അല്ലെ, ടാബ് ചമേ, ഇങ്ങനെ മൊബൈൽ ചമയെന്നൊക്കെ ആയിരിക്കും പറയുക എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആഗ്രഹങ്ങൾ പറയുന്നത്?
ധാർമ്മികമായിട്ട് അധ്വാനിച്ച് ഇതെല്ലാം നേടിയെടുക്കാൻ, അല്ലേ? നമ്മൾ നല്ല അധ്വാനികളാകണം. ആചാര്യന്മാർ പറയുന്നു, ഒരു 55 വയസ്സ് 60 വയസ്സ് വരെ നമ്മൾ എല്ലാം മുറിയെ പണിയെടുക്കണം, നല്ലതുപോലെ സമ്പാദിക്കണം. ആധ്യാത്മികത കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും സമ്പാദിക്കുന്നത് തെറ്റാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. ഇവിടെ ശ്രീരുദ്ര മഹായജ്ഞം നടക്കുകയാണ്. ഈ മഹാരുദ്ര യജ്ഞം ഒരു പൈസ ചെലവില്ലാതെ നടക്കുമോ? എത്രമാത്രം ചെലവുണ്ട്, അല്ലേ? ഈ ചെലവിനുള്ള പൈസ എവിടുന്നാ വരിക? നമ്മൾ ഭക്തജനങ്ങൾ കൊടുക്കുന്നതല്ലേ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രം നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സമ്പദ് സമൃദ്ധരായിട്ട് ജീവിക്കണം എന്ന് പറയുകയാണ്. വളരെ രാജകീയമായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ എന്ത് ചെയ്യണം? തുല്യമായ മനസ്ഥിതിയിലായിരിക്കണം. വിവേകാനന്ദ സ്വാമിജി പറയുന്നു, AC ഉള്ളൊരു റൂം കിട്ടി, എനിക്ക് AC ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കിടക്കേണ്ട ആവശ്യമില്ല. AC കിട്ടിയാൽ AC-യിൽ കിടക്കുക. ഒരിക്കൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയോട് ഒരു ഭക്തൻ പറഞ്ഞു, എൻ്റെ ബാബ, ഈ പുട്ടപുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ പഴയ കാലത്താണ് എന്തൊരു കഷ്ടപ്പാടാണ്. നേരെ ചുവയുള്ള റോഡില്ല, ഈ കാളവണ്ടിയിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എല്ലാം വീട്ടിലിട്ടിട്ടാണ് കാളവണ്ടിയിൽ വന്നത്. ഭഗവാൻ പറയുന്നു, നിനക്ക് ദൈവം കാറ് തന്നിരിക്കുന്നത് എന്തിനാണ്? അത് ഉപയോഗിക്കാനാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കത് നഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യണം? അത് ഭഗവത് നിശ്ചയം എന്ന് പറഞ്ഞ് ഇരിക്കുക. എന്നിട്ട് നമ്മളുടെ സമ്പാദ്യത്തിൽ ഒരു കാര്യം ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. പക്ഷെ എവിടെയൊക്കെയോ നമ്മളുടെ ഈ ഒരു ധാരണ തെറ്റിപ്പോയതുകൊണ്ട് നമുക്ക് ആധ്യാത്മികതയിൽ എന്തോ ഒരു തെറ്റായ ചിന്ത വന്നതുകൊണ്ട് സമ്പാദിക്കുന്നത്, ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. അതോടുകൂടി നമ്മളുടെ സ്ഥലങ്ങളെല്ലാം നമ്മൾ വിൽക്കാൻ തുടങ്ങി. എല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാൻ തുടങ്ങി. നമ്മൾ ആ ഒരു സമൃദ്ധിയിൽ നിന്നും താഴേക്ക് വരാൻ തുടങ്ങി. ഇത് നമ്മൾ തിരിച്ചറിയണം. ചാണക്യൻ പറയുന്നു, 13 സോഴ്സിൽ നിന്ന് നമ്മൾ സമ്പാദിക്കണം. കൊറോണ വന്നപ്പോൾ പലർക്കും ജോലി പോയി, മറ്റൊരു ജോലി ചെയ്യാൻ അറിയില്ല. ഇവിടെ ചാണക്യൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ സമ്പാദിക്കണം. ഒരു മുറി ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം, ഒരു കാറുണ്ടെങ്കിൽ റെൻ്റേ കാറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പശു ഉണ്ടെങ്കിൽ പാല് കൊടുക്കുക. എല്ലാം വരുമാനമാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം നിന്നു പോയാലും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാലത്തേക്ക് വീട് മാനേജ് ചെയ്യാം. എത്ര മനോഹരമായിട്ട്, ഞാനൊരു മാനേജ്മെൻറ്റ് ടീച്ചർ ആയതുകൊണ്ടാണ് പറയുന്നത്, ഈ വളരെ ഭാരതീയമായിട്ടുള്ള മാനേജ്മെൻറ്റ് ചിന്തകളൊന്നും ഞങ്ങളുടെ സിലബസിലില്ല. പക്ഷേ നമ്മളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഞാൻ കണ്ണു തള്ളി പോകാറുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള മാനേജ്മെൻറ്റ് തോട്ട്സ് ഒന്നും ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ, ഇതാണല്ലോ നമ്മുടെ സിലബസിൽ കൊടുക്കേണ്ടത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ആചാര്യന്മാർ ചമകം കൂടെ ചേർത്തിരിക്കുകയാണ്. എത്ര മാത്രം വേണമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ധാർമ്മികമായിട്ട്, കള്ളത്തരത്തിലൂടെ അല്ലാതെ, അധാർമികമല്ലാതെ ധാർമ്മികമായിട്ട് നമ്മൾ സമ്പാദിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക, അവരെ ഒന്ന് വിവാഹം കഴിച്ച് അയക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ഇത് നമ്മുടെ ആചാര്യന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ ചമകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം, ആദ്യത്തെ ഒരു ഭാഗം ചമകത്തിൻ്റെ മാത്രം അർത്ഥം ഞാൻ പറയാം. അപ്പം ഈ ചൊല്ലുന്ന ആദ്യം നമകമുണ്ട്, അത് കഴിഞ്ഞ് ചമകമുണ്ട്. അപ്പോൾ ആ ധ്യാന ശ്ലോകം കഴിഞ്ഞ് പൊതുവെ ചമകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ചൊല്ലും. അപ്പം അതെന്താണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമകത്തിലുള്ള ചില പ്രധാനപ്പെട്ട, ശ്രീരുദ്രത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയാം. ആദ്യം പറയുന്നത് ഓം ശം ചമേ മയശ്ചമേ. ശം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം, മംഗളം. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഭഗവാനെ, എനിക്ക് സുഖം വേണം. കണ്ടോ? അപ്പം അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഓം ശം ചമേ മയശ്ചമേ പ്രിയം ചമേനും മയശ്ചമേ. എനിക്ക് വളരെ വിശേഷപ്പെട്ട വസ്തുക്കളൊക്കെ വേണം. പ്രിയം ചമേ, എനിക്ക് നല്ല സുഹൃത്തുക്കളെയൊക്കെ വേണം, പ്രിയമുള്ളവരെ വേണം, നല്ല ഫ്രണ്ട്സിനെയൊക്കെ വേണം. പിന്നെയോ കാമശ്ചമേ, എൻ്റെ കാമനകൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. കാമശ്ചമേ സൗമനസശ്ചമേ, എൻ്റെ മനസ്സ് ശാന്തമായിട്ടിരിക്കണമേ. ഭദ്രം ചമേ, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം,
മംഗളം ഭവിക്കണമേ. ഇത് നമ്മുടെ സങ്കല്പമാണ്. നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ അതിന് തീവ്രതയുണ്ട്. പിന്നെയോ ദ്രവിണം ചമേ. ദ്രവിണം എന്ന് പറഞ്ഞാൽ ദ്രവ്യങ്ങൾ, സ്വർണം വെള്ളി ഇതൊക്കെ എനിക്ക് കിട്ടണേ. ദ്രവിണം ചമേ യന്താചമേ. യന്താചമേ എന്ന് പറഞ്ഞാൽ നമുക്ക് ധർത്താചമേ. യന്താചമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നേരെ ചൊവ്വേ നിയന്ത്രിച്ചില്ലെങ്കിൽ പോക്കാണ്. അപ്പം നമ്മുടെ ഈ ബുദ്ധിയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് നല്ല ഒരു ഗുരുവിനെ വേണമേ. ധർത്താചമേ. പിന്നെ ഈ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഈ വസ്തുക്കളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എല്ലാ സാധനവും ഉണ്ട്, സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ഇവയെല്ലാം നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റണം. ധർത്താചമേ ക്ഷേമശ്ചമേ ധൃതിശ്ചമേ വിശ്വം ചമേ. ഇതെല്ലാം സൂക്ഷിക്കാൻ പഠിക്കണം, സുരക്ഷിതമായിട്ടിരിക്കണം. പിന്നെ ധൃതിശ്ചമേ, എനിക്ക് നല്ല ധൈര്യം ഉണ്ടാകണം. വിശ്വം ചമേ. വിശ്വം എന്ന് പറഞ്ഞാൽ എല്ലാം. വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? വിശ്വം വിഷ്ണുർവശക്കാരോ. എന്താണെങ്കിലും എല്ലാം നല്ലതെല്ലാം. മഹശ്ചമേ, എനിക്ക് നല്ല ആദരവൊക്കെ കിട്ടണം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്നെ ഒന്ന് ആൾക്കാർ ഒരു ബഹുമാനത്തോടു കൂടി കാണണം. ഇതാ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് ആൾക്കാർ പറയരുത് എന്നൊക്കെ നമുക്കൊരാഗ്രഹം തോന്നില്ലേ? ഇപ്പൊ പറയാണ് മഹശ്ചമേ സംവിശ്ചമേ ജ്ഞാത്രം ചമേ. നല്ല ശാസ്ത്രജ്ഞാനമൊക്കെ വേണം, എനിക്ക് നല്ല അറിവ് വേണം. സൂശ്ചമേ പ്രസൂശ്ചമേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ക്രൈസിസ്. സൂശ്ചമേ, മക്കൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്തതോ പ്രസൂശ്ചമേ, എൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ ഞാൻ പറഞ്ഞാൽ കേൾക്കണം. എന്നാലോചിച്ചു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രസൂശ്ചമേ സീരം ചമേ. സീരം എന്ന് പറഞ്ഞാൽ ഈ കലപ്പ, കൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം. ലയശ്ചമേ ഋതം ചമേ അമൃതം ചമേ. കൃഷി ധാന്യം ഇവയെല്ലാം നമുക്ക് കൃഷി നന്നായിട്ട് ചെയ്യാൻ പറ്റണം, ധാന്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ യജ്ഞം, അമൃതത്തിൻ്റെ ഫലം തരണം. മുഴുവൻ പറഞ്ഞാൽ സമയം പോവും. അയക്ഷ്മം ചമേ നാമയശ്ചമേ. അയക്ഷ്മം ചമേ, എനിക്ക് രോഗമൊന്നും വരരുത് ഭഗവാനെ. ഇനി പൂർവ്വജന്മകൃതമായിട്ട് നമുക്ക് രോഗം വരണമെങ്കിൽ തന്നെ സാധാരണ രോഗമേ വരാവുള്ളേ. എന്താ പറഞ്ഞിരിക്കുക? ലയശ്ചമേ ഋതം ചമേ അമൃതം ചമേ യക്ഷ്മം ചമേ നാമയശ്ചമേ. വളരെ നാമം മാത്രമായിട്ട് എന്ത് വേണം? സാധാരണ രോഗേ വരാവുള്ളൂ. ഇനിയോ ജീവാതുശ്ചമേ ദീർഘായുത്വം ചമേ. ഇനി സാധാരണ രോഗം വന്നാൽ, ഏത് രോഗം വന്നാലും മരുന്നുള്ള രോഗേ വരാവുള്ളേ. മരുന്നുള്ള രോഗം അല്ല വരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം നമ്മുടെ വളരെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ചമകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദീർഘായുത്വം ചമേന മിത്രം ചമേ ഭയം ചമേ. ദീർഘ, നമുക്ക് നല്ല ദീർഘായുസ് തരണേ. നല്ല ആത്മമിത്രത്തിനെ നമുക്ക് കിട്ടണേ. അഭയം തരണേ. സുഖം ചമേ, നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല ഈസി ആയിട്ട് നടക്കണേ, സുഗമമായിട്ട് നടക്കണേ. ശയനം ചമേ, ഗുഡ് സ്ലീപ്പ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നല്ല രീതിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റണേ. ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താ? അങ്ങനെ അങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പ്രഭാതമാവണ്ടേ. സൂഷാചമേ. സൂഷാചമേ എന്ന് പറഞ്ഞാൽ പ്രഭാതം ആവണേ. സുദിനം ചമേ. ഇനി പ്രഭാതമായിട്ട് നമ്മൾ എഴുന്നേറ്റാൽ പോരാ, അന്ന് എന്തായിരിക്കണം? ഗുഡ് മോർണിംഗ് ആയിരിക്കണം. അന്നത്തെ ദിവസം നമുക്ക് നല്ലതായിരിക്കണേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഇതാണ് ചമകത്തിലുള്ളത്. ഞാൻ ചെറുതായിട്ടൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ആദ്യത്തെ അനുഭാഗം തുടങ്ങുന്നത്. ശ്രീരുദ്രൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഓം നമസ്തേ രുദ്രമന്യവ ഉതോതൈഷവേ നമഃ. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ. ഇവിടെ എന്താ പ്രാർത്ഥിക്കുന്നത്? ആദ്യം തന്നെ ഭഗവാൻ രൗദ്രഭാവത്തിലല്ലേ ഇരിക്കുന്നത്. ആ രൗദ്രഭാവത്തിലുള്ള ഭഗവാനെ നമ്മളൊന്ന് ശാന്തനാക്കുകയാണ്. അപ്പം എന്താണ്? ഭഗവാനെ നമ്മൾ പതുക്കെ സ്തുതിക്കുകയാണ്. നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ. ആദ്യം തന്നെ ഭഗവാന്റെ കയ്യിലുള്ള അമ്പിനെയും വില്ലിനെയും ഒക്കെ നമ്മൾ പതുക്കെ നമസ്കരിക്കുക. അതെടുത്ത് കൊലച്ചുകൊണ്ടിരിക്കുക. അപ്പം ഭഗവാൻ അതൊക്കെ ഒന്ന് പതുക്കെ താഴോട്ട് വെച്ചേക്ക്, അതൊന്നും എടുത്ത് പ്രയോഗിക്കരുതേ. ഞങ്ങൾ കുറേ കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ അതൊക്കെ ക്ഷമിക്കണം. അസ്ത് ധന്വനെ കയ്യിലുള്ള ബാഹുവില് ബാഹുഭ്യാമുദതേ നമഃ. ആദ്യം നമ്മൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ ശാന്തനാക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ സ്തുതിച്ചു വരുന്നത്. ഇനി ഈ സ്തുതിച്ചു വരുമ്പോൾ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ
ഒരനുഭാഗത്തില് സഹസ്രാണി സഹസ്രശോയേ രുദ്ര അതിഭൂമ്യാം തേശാകും സഹസ്രയോജനേവ ധന്വാനി തന്മസി എന്നൊരു ഭാഗമുണ്ട്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതലുള്ള പദം ഏതാണ്? സഹസ്രം 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 എന്ന് കേട്ടില്ലേ? സഹസ്രാണി സഹസ്രശോയേ രുദ്ര അതിഭൂമ്യാം തേശാകും സഹസ്രയോജനേവ ധന്വാനി തന്മസി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശ്രീരുദ്ര മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ ഊർജം, ഇപ്പം ഇവിടെ ശ്രീരുദ്ര മന്ത്രം ചൊല്ലുന്നുണ്ട്, ഇതിൻ്റെ ഊർജം എത്ര കിലോമീറ്റർ ദൂരത്തിലേക്ക് പ്രസരിക്കുന്നു, ഇതിൻ്റെ ഊർജം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 1000 യോജന ഏകദേശം പ്രസരിക്കുന്നു എന്ന്. പൊതുവെ ശ്രീരുദ്ര മഹാരുദ്ര അതിരുദ്രം ഒക്കെ നടത്തുന്നത് ലോക നന്മയ്ക്കായിട്ടാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത് നടന്നാൽ ഈ ഊർജത്തിൻ്റെ ട്രാൻസ്മിഷൻ ഉണ്ടാവുകയും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. യാതൊരു സംശയം വേണ്ട, ശബ്ദത്തിന് അത്രമാത്രം പവറുണ്ട്. സംശയം ഉണ്ടാവും, ശബ്ദത്തിന് വളരെ ശക്തിയുണ്ട്. ഒരാളിപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് നന്നായിട്ട് ചീത്ത പറഞ്ഞാൽ നമുക്ക് വിഷമാവുമോ? വിഷമാവില്ലേ? ഭഗവത് കാര്യങ്ങൾ പറഞ്ഞാലോ വളരെ സന്തോഷമാവും. ശബ്ദവും മനസ്സും തമ്മിൽ ബന്ധമില്ലേ? അതുകൊണ്ടാണ് മന്ത്രം നാമം ജപിക്കണം എന്ന് പറയുന്നത്. നാമം ജപിച്ചാൽ മനസ്സിന് സന്തോഷം കൂടും, ശക്തി കൂടും. ശബ്ദം എന്ന് പറയുന്നത് എനർജിയാണ്. സൗണ്ട് ഈസ് ഓൾസോ എ ഫോം ഓഫ് എനർജി. അപ്പം ഞാൻ രാവിലെ കഴിച്ച ദോശയുടെ എനർജിയിലാണ് എൻ്റെ ഊർജം ശബ്ദ ഊർജമായിട്ട് പുറത്തു വരുന്നത്. ഈ ഊർജം എത്ര ദൂരം സഞ്ചരിക്കുന്നു, പ്രത്യേകിച്ച് ശ്രീരുദ്ര മന്ത്രങ്ങളിലെ അക്ഷരങ്ങളുടെ കൂട്ടത്തിന് വളരെയധികം പവറുള്ളതാണ്. ഈ ഊർജം വളരെയധികം ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. സഹസ്ര യോജന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ദൂരം എത്രയുണ്ടോ അത്രയും ദൂരം ഈ മന്ത്രത്തിൻ്റെ പ്രഭാവം എത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോക നന്മയ്ക്കായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീരുദ്ര മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്നുള്ള രീതിയിൽ ആചാര്യന്മാർ നമ്മളോട് ചൊല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ശ്രീരുദ്രം. പക്ഷേ ഇത് വേദമന്ത്രമായതുകൊണ്ട് ചിട്ടയായിട്ട് പഠിച്ചിട്ട് ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശിച്ച് കിട്ടി മാത്രമേ ഇത് ചൊല്ലാവുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വരങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി പറയുമ്പോൾ ചിലപ്പോൾ സ്വരത്തിൽ വ്യത്യാസം, കാരണം അത് ഒരു ഫ്ലോയിൽ അങ്ങ് ചൊല്ലി പോകുമ്പോഴേ ആ സ്വരത്തിൽ ചൊല്ലാൻ പറ്റും. വാക്കുകൾ മുറിച്ച് ചൊല്ലുമ്പോൾ നമുക്ക് ആ ഫ്ലോ വരില്ല. പക്ഷേ ആ സ്വരങ്ങൾ താഴുകയും പൊങ്ങുകയും ചെയ്യുമ്പോൾ അർത്ഥവ്യത്യാസം വരും. ആ അർത്ഥവ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ്, അല്ലേ? ചിലപ്പോൾ നമുക്ക് അർത്ഥവ്യത്യാസമോ വാക്കുകളൊക്കെ വരുമ്പോൾ കുംഭകർണനൊക്കെ മാറ്റി ചോദിച്ചാൽ അറിയില്ലേ, അല്ലേ? വരം ചോദിച്ചപ്പോൾ മാറിപ്പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഗുരുമുഖത്തിൽ നിന്നും ഉപദേശിച്ച് കൃത്യമായിട്ടുള്ള ചിട്ടയോടുകൂടി ഉള്ളവർ മാത്രം ശ്രീരുദ്രം ചൊല്ലുക. അതല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചൊല്ലുന്ന സമയത്ത് ഈ അന്തരീക്ഷത്തിൽ വന്ന് ഇരിക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുക. കാരണം അത് കേൾക്കുന്നത് നമുക്ക് വളരെ പുണ്യകരമാണ്. ആ ഭഗവത് അല്ലെങ്കിൽ ഈശ്വരൻ്റെ മന്ത്രങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു മന്ത്രത്തിൻ്റെ ചൈതന്യം, ഊർജം പ്രവേശിക്കും. യാതൊരു സംശയവും വേണ്ട. അത്രമാത്രം മഹാത്മ്യമേറിയ ഒരു ചടങ്ങ് ശ്രീരുദ്രമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ 11 അനുഭാഗം നമുക്കിവിടെ ചൊല്ലാൻ സമയമില്ല. പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു മന്ത്രമാണ് ഓം നമഃശിവായ. അത് മഹാദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. ഈ മഹാദേവൻ്റെ മന്ത്രവും മഹാവിഷ്ണുവിൻ്റെ മന്ത്രവും കൂടെ ചേർത്തിട്ടാണ് രാമ എന്നുള്ള മന്ത്രം ഉണ്ടായിരിക്കുന്നത്. രാമായണ മാസമായതുകൊണ്ട് ആ ഭാഗം കൂടി ഒന്ന് പരാമർശിച്ചു പോകാം. നമ്മളോട് കലികാലത്തിൽ ആചാര്യന്മാർ ചൊല്ലാൻ പറഞ്ഞിരിക്കുന്ന മന്ത്രമാണ് രാമമന്ത്രം. ഈ രാമമന്ത്രം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, വസിഷ്ഠ മഹർഷി തൻ്റെ കുലഗുരു ആണല്ലോ, അല്ലേ? ദശരഥ മഹാരാജാവിൻ്റെ. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രന് ഈ പേരിട്ടതിന് കാരണം ഓം നമോ നാരായണായ എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് രായ എന്നുള്ള അക്ഷരമാണ്. അതെടുത്താൽ എന്ത് വരും? ഓം നമോ നായനായ, എനിക്ക് പോകാൻ ഒരു വഴിയില്ല, വിപരീതാർത്ഥമാണ്.
മഹാദേവന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മന്ത്രമാണ് ഓം നമഃ ശിവായ. അതിൻ്റെ ജീവൻ എന്ന് പറയുന്ന മാ എന്നുള്ള അക്ഷരമാണ്. അതെടുത്തു മാറ്റിയാലോ ഓം നമഃ ശിവായ, എനിക്ക് യാതൊരു സൗഖ്യവും വേണ്ട എന്നാണ്. അപ്പോൾ ഈ രണ്ട് മന്ത്രങ്ങളുടെയും ജീവൻ എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനിട്ടത് രാമ എന്നുള്ളത്. അപ്പൊ രാമ, നമ്മളിപ്പോ മഹാദേവനാണ് നമ്മുടെ ഇഷ്ടദേവനെങ്കിലും രാമ എന്ന് ചൊല്ലുമ്പോൾ അതിനകത്ത് എന്ത് വരുന്നുണ്ട്? മഹാദേവന്റെ ചൈതന്യവും വരുന്നുണ്ട്, മഹാവിഷ്ണുവിന്റെ ചൈതന്യവും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ചൊല്ലാനില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നിരന്തരം നമ്മളോട് സന്ധ്യയ്ക്ക് നാമം ജപിക്കാൻ പറയില്ലേ, രാമനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന്. രാമമന്ത്രം ചൊല്ലിയാലും മതി. ഇനി ഈ വേദമന്ത്രങ്ങൾ ആർക്കെല്ലാം ചൊല്ലാം, സ്ത്രീകൾക്ക് ചൊല്ലാവോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ജനക മഹാരാജാവിൻ്റെ സഭയിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടന്നു. സനകൻ, സനന്ദനൻ, ഗായത്രി, ഗാർഗി, മൈത്രി തുടങ്ങിയ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ചൊല്ലാവോ, ശ്രീരുദ്രം പോലെയുള്ള മന്ത്രങ്ങൾ സ്ത്രീകൾക്ക് ചൊല്ലാവോ എന്നുള്ള ഒരു ചർച്ച വന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയുള്ള വിഷയമാണ് അല്ലേ? വിഷ്ണു സഹസ്രനാമം സ്ത്രീകൾ ചൊല്ലാൻ പാടില്ല, ഓം സ്ത്രീകൾ ചൊല്ലാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയും. അന്ന് അവിടെ ചർച്ചയിൽ വന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഈ ഗായത്രി പോലെയുള്ള മന്ത്രങ്ങൾ, ശ്രീരുദ്രം പോലെയുള്ള മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിന് അസാമാന്യമായിട്ടുള്ള ഊർജമാണ് അതിൽ നിന്ന് പുറപ്പെടുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, മന്ത്രങ്ങളിൽ ഞാൻ ഗായത്രിയാണെന്നാണ് പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ്. അപ്പം അത് ചൊല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഊർജം നമ്മുടെ ശരീരത്തിൽ വേണം. എന്നാലേ അതുകൊണ്ടുണ്ടാകുന്ന ഊർജത്തിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് കാണത്തുള്ളൂ. ഇപ്പം നമ്മളൊരു പ്ലഗ് പോയിന്റിൽ കുത്തുമ്പോൾ ആ കുത്തുന്ന സാധനത്തിനും ആ പ്ലഗ് പോയിന്റിലെ പവറിനെ താങ്ങാനുള്ള കഴിവുണ്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ? ഇതുപോലെ തന്നെ ചില മന്ത്രങ്ങളുടെ ശക്തി, ആ മന്ത്രങ്ങളുടെ കൂട്ടം, അത് ദർശിച്ച ആചാര്യൻ്റെ സങ്കല്പമൊക്കെ വളരെ ശക്തിയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചൊല്ലിയില്ല എങ്കിൽ വിപരീത ഫലമുണ്ടാകും. സ്ത്രീകൾക്ക് മാസം തോറുമുള്ള ആർത്തവം മൂലം വളരെ വലിയ തോതിൽ രക്തം നഷ്ടപ്പെടുന്നുണ്ട്. ഈ രക്തത്തിലൂടെ നഷ്ടപ്പെടുന്ന എന്താണ്? പ്രാണനാണ്. പ്രാണൻ നമുക്ക് കാണാൻ സാധിക്കില്ല, പ്രാണൻ രക്തത്തിലൂടെയാണ് ഒഴുകുന്നത്. ശരീരം മുഴുവൻ രക്തം ഓടിയാലല്ലേ നമുക്ക് പ്രാണനുള്ളൂ. അതുകൊണ്ടാണ് വെയിൻ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവർ ബ്ലഡ് ഒത്തിരി പോയി കഴിയുമ്പോൾ മരിക്കുന്നത്. അവിടെ എന്താ പോകുന്നത്? പ്രാണനാണ് പോകുന്നത്, അല്ലേ? അപ്പം നമുക്ക് ആർത്തവം മൂലം വളരെ വലിയ തോതിൽ രക്തം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം പ്രസവത്തിലും ധാരാളം രക്തം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരം ഇളതാവുന്നു. അതുകൊണ്ടാണ് പ്രസവിച്ച് കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നത്. എന്താണ്? നമ്മുടെ ശരീരം വളരെയധികം ഇളതാവുന്നു. അങ്ങനെയുള്ളവർ വളരെയധികം കൂടുതലായിട്ട് ഈ ഗായത്രി മന്ത്രമൊക്കെ ജപിച്ചാൽ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് പരിചയമുള്ള ചിലർക്കൊക്കെ കൂടുതൽ ഗായത്രി മന്ത്രം ചൊല്ലിയാൽ കയ്യിൽ ചൂട് കുരു വരും. അത്രമാത്രം തപശക്തി, ചൂട്, ഊർജമാണ്. ശബ്ദം തന്നെ ഊർജമല്ലേ? അതിൽ നിന്ന് ഉണ്ടാകുന്ന നിരന്തരമായിട്ട് ചൊല്ലിയാൽ. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഗൃഹത്തിലെ പുരുഷന്മാർ വർഷത്തിലൊരിക്കൽ ആവണിയാവട്ടം, ഈ പൂണൂല് മാറ്റുന്ന ചടങ്ങുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് 1008 ഗായത്രി മന്ത്രം ചൊല്ലണം എന്നാണ് പറയുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ സൗകര്യം പോലെ 21, 18, 11 ഒക്കെ ചൊല്ലിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ 1008 ചൊല്ലണമെങ്കിൽ തന്നെ 1-2 മണിക്കൂർ വേണം. അത്രമാത്രം ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പം അത് വർഷത്തിലൊരിക്കൽ ചൊല്ലിയാൽ മതി. വർഷത്തിലൊരിക്കൽ ഇത് ചൊല്ലിയാൽ നമ്മളുടെ പാപം എല്ലാം തീരുന്നതാണ്. എന്തുകൊണ്ടാണ്? വളരെയധികം ഊർജ്ജം ഉണ്ടാകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം എല്ലാം ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് നമ്മളോട് കൂടുതലായിട്ട് നാമം ചൊല്ലണമെന്ന് പറയുന്നത്. അപ്പം സ്ത്രീകൾക്ക് നേരെ മറിച്ച് ഈ ആർത്തവവും ഗർഭകാലവും ഒഴിച്ചുള്ള സമയങ്ങളിൽ അത്യാവശ്യ സാധനാബലമൊക്കെ ഉള്ളവരാണ്, അത്യാവശ്യം നല്ലതുപോലെ നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തു ചൊല്ലാം? ഗായത്രി മന്ത്രം ഒന്നും ചൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ വേദമന്ത്രങ്ങൾ ചിട്ടയോടുകൂടി ചൊല്ലണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വൈദ്യൻ്റെ അടുക്കൽ പോവാണ്. വൈദ്യൻ നമുക്ക് മരുന്ന് തന്നു, പഥ്യം നോക്കണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ പഥ്യം ഒന്നും നോക്കിയില്ല, എന്നിട്ട് തോന്നിയ പോലെയൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു ഈ മരുന്നിന് ഒരു ഫലവും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതുപോലെ ആയിരിക്കും വേദമന്ത്രങ്ങൾ ചൊല്ലേണ്ടതിൻ്റെ ഫലം. അപ്പോൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ആ ഒരു രീതിയിൽ ചിട്ടയിൽ ചൊല്ലിയാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ചില രീതികളുണ്ട്. നമ്മളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ്
ഒന്നും വേണ്ട, ദയവ് ഇത് രാമമന്ത്രം ഒന്ന് ചൊല്ലാവോ എന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഈ രാമമന്ത്രത്തിനാണെങ്കിലോ എന്തെങ്കിലും ശുദ്ധം അശുദ്ധം ഉണ്ടോ? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും അല്ലെ, ഏത് സമയം വേണമെങ്കിലും നാമം ചൊല്ലാം. പിന്നെ ഹരിനാമ കീർത്തനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഊരിനു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനും നീരിനു വേണ്ട ഭാരങ്ങൾ വേണ്ടതിനും അല്ലെ, ഊരിനു വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിനും നീരിനു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനും നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ. എന്താ? നാവൊന്ന് വേണ്ടു ഹരി നാരായണായ നമ. നാമം ജപിക്കാൻ ഈ കഷ്ടപ്പാടൊന്നുമില്ല. ഇപ്പൊ ശ്രീരുദ്രം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളൊന്ന് നാമം ജപിക്കൂ. അപ്പോഴോ ഊരിന് വേണ്ട നാമം ജപിക്കണം. ഇപ്പൊ ശ്രീരുദ്രം കൂടണമെങ്കിൽ എവിടെ വരണം? അമ്പലത്തിൽ വരണം. നാമം ജപിക്കണമെങ്കിൽ അമ്പലത്തിലേക്ക് വരണോ? എന്ന് വെച്ചാൽ ശ്രീരുദ്രത്തിന് നാളത്തോട്ട് വരുന്നതെന്നല്ല കേട്ടോ പറയണത്. പക്ഷേ പറയുകയാണ് നാമജപത്തിന്റെ പ്രാധാന്യം. ഊരിന് വേണ്ട, ഇന്ന സ്ഥലത്തോ കാശിയിലോ അമ്പലത്തിലോ ഒരിടത്തും പോകണ്ട നാമം ജപിക്കാൻ. നിജഭാരങ്ങൾ വേണ്ടതിനും. ഇപ്പോൾ ഒരു ഗണപതി ഹോമം നടത്തണം, ശ്രീരുദ്രമൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ അടുപ്പിക്കണ്ട, എന്തുമാത്രം ഭാരം വേണം അല്ലേ? ഹോമം കൊണ്ട് ഇഷ്ടിക തൊട്ടുള്ള എല്ലാ സാധനവും വേണം. ഇതൊന്നും വേണ്ട. നിജഭാരങ്ങൾ വേണ്ടതിനും. നീരിനു വേണ്ട. കുളിക്കണോ? കുളിക്കണമെങ്കിൽ ജലം വേണം. കുളിക്കുകയും വേണ്ട. ഇനി അഭിഷേകം ചെയ്യണം, രുദ്രാഭിഷേകം ചെയ്യണം, അതിനും ജലം വേണം. അതും വേണ്ട എന്ന് പറഞ്ഞിരിക്കുക. നാമം ജപിക്കണമെങ്കിൽ കുളിക്കുകയും വേണ്ട, ഭഗവാനെ അഭിഷേകവും ചെയ്യേണ്ട. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുക, ശ്രീരുദ്രം വേണ്ട എന്നല്ല. ശ്രീരുദ്രം പഠിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ എന്താ? അടുത്ത നിജധാരങ്ങൾ വേണ്ടത്. യജ്ഞം ചെയ്യുകയാണെങ്കിൽ എന്താ വേണ്ടത്? ധർമ്മപത്നി കൂടെ വേണം. അതുകൊണ്ടാണല്ലോ ശ്രീരാമൻ കാഞ്ചന സീത ഉണ്ടാക്കിയത്. അപ്പൊ നാമം ജപിക്കുമ്പോൾ ഭാര്യയെ കൂടെ വേണം. ഭാര്യ പിണങ്ങി പോയിരിക്കുക, അല്ലെങ്കിൽ ഭാര്യ മാർക്കറ്റിൽ പോയിരിക്കുക. ഭാര്യയ്ക്ക് നാമം ജപിക്കാൻ മൂടില്ല, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നമുക്കിരുന്ന് നാമം ജപിക്കാം. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഊരിനു വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിനു നീരിനു വേണ്ട നിജധാരങ്ങൾ വേണ്ടത് നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ. നാരായണാച്യുത ഹരേ എന്ന് പറയുന്നതിന് എന്തുമാത്രം മതി? നാവൊന്ന് വേണ്ടു ഹരി നാരായണായ നമ. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും? ഈ നാവെടുക്കാൻ, നാവിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇതെടുക്കാൻ മറക്കുമോ? മൊബൈൽ എടുക്കാൻ മറന്നു അല്ലേ ചിലപ്പോൾ. പക്ഷെ നാവെടുക്കാൻ മറക്കുമോ? നമ്മൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ നമ്മൾ മറക്കുന്ന എന്താണ്? നാമം ജപിക്കാൻ മറന്നു അല്ലേ? നാവ് കയ്യിലുണ്ടായിട്ടും നമ്മൾ നാമം ജപിക്കാൻ മറന്നു. അപ്പൊ ഇതുപോലെയുള്ള കഠിനമായിട്ടുള്ള സാധനാ പദ്ധതികൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളെപ്പോലുള്ളവര് നിരന്തരമായിട്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ രീതിയിൽ നമ്മുടെ വൈദിക സംസ്കാരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിത രീതിക്കനുസരിച്ചുള്ള സാധനാ പദ്ധതികൾ നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും ഏറ്റവും ഏറ്റവും വിശേഷപ്പെട്ടതാണ് ശ്രീരുദ്രയജ്ഞം. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് മഹാരുദ്രാണ്. ആ അതിരുദ്രം തന്നെ ഇവിടെ നടത്താൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മഹാരുദ്രയജ്ഞം 9 വർഷം നടത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. വളരെയധികം തയ്യാറെടുപ്പുകളും സാധനയൊക്കെ വേണ്ടതാണ്. അപ്പം എല്ലാവരുടെയും സഹായ സഹകരണം ഇതിൽ വേണം. എങ്ങനെയൊക്കെ ഇപ്പം ഇവിടെ പലതരത്തിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം എന്നെ ഇതിനു വേണ്ടിയിട്ട് ക്ഷണിച്ച കുട്ടികളുണ്ട്. അവർ നിരന്തരമായിട്ട് വിളിച്ച് എങ്ങനെയാണ് വരുന്നതെന്നെല്ലാം അന്വേഷിച്ച് ഡേറ്റ് എല്ലാം ബുക്ക് ചെയ്ത് പിന്നെ ഇതിനു വേണ്ടി ധാരാളം ശ്രമിച്ച് നടക്കുന്നവരുണ്ട്. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനായിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഈ ഓർഗനൈസേഴ്സിൻ്റെ, സംഘാടകരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അവർക്ക് പൂർണ്ണമായിട്ട് ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല. ശരിയല്ലേ? അവർക്ക് ഇങ്ങനെ ഓടി നടക്കണം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണ്, അതിൻ്റെ ആളുകൾ വന്നിട്ടുണ്ടോ, സ്റ്റേജ് ഉണ്ടോ, ആഹാരം റെഡിയായോ, തിരുമേനിമാരെന്താണെന്നൊക്കെ ആലോചിക്കാം. അപ്പം അവർക്ക് ഈ പ്രഭാഷണം ഒന്നും മുഴുവൻ ഇരുന്ന് കേൾക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാം മുഴുവൻ കേൾക്കാൻ സാധിക്കും. പക്ഷെ പുണ്യം കൂടുതൽ ആർക്കാണെന്നറിയാമോ? സംഘാടകർക്കാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സംഘാടകർ ഇത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ഈ ഒരു നാടിൻ്റെ യശസ്സിന് വേണ്ടിയിട്ട്, ഐശ്വര്യം ഉണ്ടാകാൻ. നമ്മളിവിടെ വന്നിരിക്കുന്നതോ നമുക്ക് വേണ്ടിയിട്ടല്ലേ? നമുക്ക് പുണ്യം കിട്ടാനല്ലേ? നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടാൻ നമ്മൾ പ്രഭാഷണം കേൾക്കണം. നമുക്ക് പൂജ ചെയ്ത് വഴിപാടൊക്കെ കഴിച്ച് നമുക്ക് പുണ്യം കിട്ടണം. അപ്പം ആരുടെ മനസ്ഥിതിയാണ് കൂടുതൽ കേമം, സ്വാർത്ഥതയില്ലാത്തത്? ഇത് ഭഗവാന് നന്നായിട്ട് അറിയാവേ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ ഇങ്ങേക്ക് വരിക,
ഓ അവിടെ ചെന്ന എന്നോട് കസേരയെല്ലാം എടുത്തിടാൻ പറയും, അതുകൊണ്ട് മീറ്റിംഗ് തുടങ്ങാനാകുമ്പോൾ ചെല്ലാം എന്ന് വിചാരിച്ചാൽ നഷ്ടം നമുക്ക് മാത്രം. അതായത് നമ്മൾ ആഹാരം കഴിച്ചാൽ മാത്രമേ നമ്മുടെ വിശപ്പ് മാറൂ. നമ്മുടെ ശരീരം കൊണ്ട് പുണ്യകർമ്മം ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ വീഴൂ. അപ്പം ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇടിച്ചു നിൽക്കണം. അങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം സഹകരിച്ച് നമ്മുടെ സനാതന ധർമ്മത്തിനെ അതിൻ്റെ എല്ലാ യശസ്സിലേക്കും ഉയർത്തുക, വീണ്ടും വീണ്ടും ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്. അതിനായി മുന്നേറാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ശ്രീരുദ്ര മന്ത്രത്തെ പറ്റിയും യജ്ഞത്തിനെ പറ്റിയും ഒക്കെ ചെറിയൊരു ധാരണ മാത്രമാണ് നിങ്ങൾക്ക് തരാൻ സാധിച്ചത്. 11 അനുവാകങ്ങൾ നമകവും 11 അനുവാകം ചമകവും ഓരോ വാക്കുകളുടെ അർത്ഥമെടുത്ത് പറയാനാണെങ്കിൽ കുറേ കാലം എടുക്കും. അപ്പം നമ്മൾ ആമുഖമായിട്ട് മാത്രം പറഞ്ഞുവെന്ന് മാത്രം എന്നെ വളരെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, ധാരാളം ആളുകളുണ്ടെന്നറിയാം. എല്ലാവർക്കും അതോടൊപ്പം തന്നെ അധ്യക്ഷയായിട്ടിരുന്ന ടീച്ചർ അമ്മയ്ക്കും എല്ലാവർക്കും നമസ്കാരം.